അതാണ് ഇവിടെ ബോധിപ്പിക്കുന്നത്. ധർമ്മവത്യസി നാമരൂപ കാര്യാത്മിക. ഇവിടെ പറയുന്നു നാമരൂപ കാര്യരൂപത്തിലിരിക്കുന്നു നീ. കാര്യകാരണങ്ങൾക്ക് അപ്പുറമാണ് നിന്റെ സ്ഥിതി. കാര്യമെന്നോ കാരണമെന്നോ പറയാൻ പോയി. കാര്യകാരണങ്ങളെല്ലാം ഇവിടെയാണ്. ഇതിനപ്പുറം ഒരു കാര്യകാരണമില്ല. ഇവിടുത്തെ കാര്യകാരണഭാവത്തെ ഒരു നിശ്ചയം ഇല്ലാതെ വരുമ്പോഴാണ്. ഇവിടുത്തെ കാര്യകാരണഭാവത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒരു അനിർവചനീയത വരുന്നുകൊണ്ടാണ് പറയുന്നത്. ഇതിന് പിന്നിലൊരു കാരണമുണ്ട്. അതാണ് ഇതിനെല്ലാം കാരണം. മാ സുഷുപ്തി, അതിൽ നിന്ന് ഈ കാര്യമുണ്ടായി എന്ന് പറയുന്നു. പക്ഷെ കാര്യകാരണങ്ങളെല്ലാം ഇവിടെ തന്നെ. ഇതിനപ്പുറമുള്ളത് എന്താണ്? അത് കാര്യവുമല്ല കാരണവുമല്ല. അതാണ് സുഷുപ്തി. കാര്യകാരണങ്ങൾക്ക് അപ്പുറമാണ്. ചില സ്ഥലത്ത് പറയും അങ്ങനെ, അത് കാരണമാണ്, ഇത് കാര്യമാണെന്ന് പറയും. അത് പരമാർത്ഥ ദൃഷ്ടിയിലല്ല, യുക്തിദൃഷ്ടിയിൽ പറയുന്നതാണ്. പക്ഷെ പരമാർത്ഥ ദൃഷ്ടിയിൽ എന്താണ്? ഇവിടെയാണ് ഈ കാര്യകാരണഭാവങ്ങളെല്ലാം. എവിടെയാണോ കാര്യത്തെ കാണുന്നത് അവിടെ തന്നെയാണ് കാരണം. എവിടെയാ വസ്ത്രത്തെ കാണുന്നത്? തന്തുക്കളിലാണ്. അപ്പൊ കാരണം എവിടെയാ? അവിടെ തന്നെ. കാരണത്തിന് എവിടെയെങ്കിലും മാറി നിൽക്കാൻ പറ്റും? കാര്യം എവിടെ അനുഭവപ്പെടുന്നോ അവിടെ തന്നെ കാരണവും അനുഭവപ്പെടണം. നിയമമാണ്. എവിടെയാണോ തിരകളുടെ അനുഭവപ്പെടുന്നത് അവിടെ തന്നെ ജലവും അനുഭവപ്പെടണം. അനുഭവം ഈ ജാഗ്രതയിലാവുന്നത്, കാര്യത്തിന്റെ അനുഭവം. അപ്പോൾ കാരണവും ഇവിടെ തന്നെ വരണം. ഈ കാര്യാനുഭവം എന്ന് പറയുന്നത് എന്താണ്? നാമരൂപ കാര്യാത്മിക. പറയുന്നു മൈത്രിയോട്, നീ സ്വയം ഇവിടെ നാമരൂപ കാര്യരൂപത്തിലിരിക്കുകയാണ്. സ്വയം അങ്ങനെ ആയിരിക്കുകയാണ്. അപ്പോൾ ഇതിന്റെ കാരണം എവിടെയാണ്? ഇവിടെ തന്നെയാണ്. എന്താ, ആരെങ്കിലും വസ്ത്രത്തിന്റെ കാരണം അന്വേഷിച്ച് നൂലിനെ വിട്ടിട്ട് പോകും? സാധ്യമല്ലല്ലോ. അവിടെ തന്നെ ആ കാര്യത്തിൽ തന്നെ കാരണത്തെ കാണും. ഇവിടെ തന്നെയാണ്. അതാണ് പറഞ്ഞത്, എവിടെയാണോ വെളിച്ചം അനുഭവപ്പെടുന്നത് അവിടെ തന്നെയാണ് ഇരുള്. ഈ നാമരൂപ കാര്യരൂപത്തിലുള്ള തന്റെ സ്ഥിതിക്ക് കാരണമായ അവിദ്യ ഇവിടെ തന്നെയാണ്. ഇതിനെ അനുഭവിക്കുമ്പോൾ അതിനെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ധരിക്കും എന്താണ്, ഞാൻ വസ്ത്രത്തെ കാണുന്നുള്ളൂ, നൂലിനെ കാണുന്നില്ല എന്ന് പറയും. അതൊരിക്കലും സാധ്യമല്ല. വസ്ത്രത്തെ കാണുന്നുണ്ടെങ്കിൽ നൂലിനെയും കണ്ടേ പറ്റൂ, അല്ല സാധ്യമല്ല. അതുപോലെ ഈ നാമരൂപ കാര്യാത്മികമായ ഈ അനുഭവം ഉള്ളപ്പോൾ ഇതിന്റെ കാരണത്തെയും അനുഭവമുണ്ട്. ഇവിടെ എന്തിനാ കാരണമെന്ന് പറയുന്നത്? ഈ നാമരൂപ കാര്യാത്മികമായ അവസ്ഥയിലെത്തിച്ച അവിദ്യ. ആ വിദ്യയുടെ അനുഭവമുണ്ട്. അത് ഇവിടെയാണ് ഉള്ളത്, വേറെടുത്തുമല്ല. എവിടെയാണോ വിദ്യയുടെ അനുഭവം ഉള്ളത് അവിടെയാണ് അവിദ്യയുടെ അനുഭവം. എന്നുവെച്ചാൽ ഈ ജാഗ്രതയിൽ തന്നെ. ഇത് കഴിഞ്ഞ് എവിടെയെങ്കിലും ഇതുണ്ട് എന്നുള്ളതിന് പ്രമാണമില്ല. എന്തുകൊണ്ട്? ഇത് അവിചാരിത സിദ്ധമാണ്. അവിചാരിതമായിരിക്കുന്ന ഏതവസ്ഥയാണ്? ഈ അവസ്ഥയാണ്. മനനത്തിൽ നിന്ന് വിവേകം ഉണ്ടാകാതിരിക്കുന്ന അവസ്ഥ ഇവിടെ. ആ മനനം കൊണ്ട് വിവേകം ഉണ്ടാകാത്തതുകൊണ്ട് മാത്രം നിലനിൽക്കുന്നതാണ് ഈ അവിദ്യ. മനനത്തിൽ ആ വിവേകം ഉണ്ടായാൽ പിന്നെ അവിടെ അവിദ്യയില്ല. ഇവിടെ ഉണ്ടായത് ഇവിടെ തന്നെ പോകുന്നു, ഇവിടെ തന്നെ നശിക്കും. അതുകൊണ്ട് അവിദ്യ ഇവിടെയാണ്, ജാഗ്രതത്തിലാണ്, വേറൊരു സ്ഥലത്തുമില്ല. അല്ലെങ്കിൽ സ്വപ്നത്തിലാണ്. ഇവിടെ മാത്രമേ ഉള്ളൂ, വേറൊരു സ്ഥലത്ത് ഇതിന് നിലനിൽക്കാൻ വഴിയില്ല. അത് എന്തുകൊണ്ട്? ഇത് വിചാരം കൊണ്ട് നശിക്കുന്നത് കൊണ്ട്. അത് വിചാരം സംഭവിക്കുന്നിടത്തേ ഉള്ളൂ, വേറൊരിടത്തുമില്ല. നമുക്ക് വസ്ത്രത്തെ നശിപ്പിക്കണമെന്ന് വിചാരിച്ചാൽ അത് നൂലിലല്ലാതെ വേറെ എവിടെയെങ്കിലും നശിപ്പിക്കാൻ പറ്റുമോ? വേറെ ഏതെങ്കിലും ഒരു സ്ഥാനത്ത് ആ വസ്ത്രത്തെ നശിപ്പിക്കാൻ പറ്റുമോ? ഇല്ല.
എവിടെയാണോ അത് പ്രതീതമാകുന്ന അവിടെ നശിപ്പിക്കും. ഒന്നുകിൽ അതിനെ കത്തിച്ചു കളയും, നൂലും പോവും, അല്ലെങ്കിൽ അതിൻ്റെ ഇഴകളെ പിരിച്ചു മാറ്റും, നൂലവശേഷിക്കും. ഏത് രീതിയിലായാലും ശരി, അതവിടെ അതിൻ്റെ നാശം സംഭവിക്കും. എന്നുവെച്ചാൽ അതിനെ ആശ്രയിച്ചേ സംഭവിക്കും. അതുപോലെ ഇവിടെ ഈ നാമരൂപ കാര്യാത്മികമായിരിക്കുന്ന ഈ അവസ്ഥയിൽ ആണ് വിചാരം കൊണ്ട് ഈ അവിദ്യ നശിക്കുന്നത്. ഈ അവസ്ഥയിലാണ് വിചാരം കൂടാതെ ഈ അവിദ്യ പ്രകടമാകുന്നത്. അതുകൊണ്ട് അമുഷ്യ അന്വയാഹം, സ്വയം കരുതി ഞാൻ ഇന്ന വംശത്തിൽ പിറന്നവളാണ്, അന്വയം വംശം എന്ന് വെച്ചാൽ ഞാൻ ഇന്നാരുടെ മകളാണ്, ഞാൻ ഇന്ന കുലത്തിൽ ജനിച്ചവനാണ്, ഞാൻ ഇന്ന ജാതിയിൽപ്പെട്ടവനാണ്. ഇങ്ങനെ ഏതെല്ലാം തരത്തിലുള്ള അഹം എന്നുള്ള അനുഭവത്തിനോട് കൂടി ചേർന്ന് എന്തെല്ലാം അറിയുന്നു. ഞാൻ പുരുഷനാണ്, ഞാൻ സ്ത്രീയാണ്, ഞാൻ യുവാവാണ്, ഞാൻ വൃദ്ധനാണ്, ഞാൻ സുഖിയാണ്, ഞാൻ ദുഃഖിയാണ്, ഞാൻ ധർമ്മിയാണ്, ഞാൻ അധർമ്മിയാണ്, ശിഷ്ടനാണ്, ദുഷ്ടനാണ്. അങ്ങനെ ശാരീരികമായ മാനസികമായ പ്രാപഞ്ചികമായ എന്തെല്ലാം ധർമ്മങ്ങൾ തന്നെക്കുറിച്ച് അറിയുന്നു അഹം എന്ന് ഈ അനുഭവത്തെ പറയുന്നു സഖില്യഭാവം. ഇത് തന്നെയാണ് അഖില്യഭാവം, ജലത്തിന്റെ പരൽഭാവം, ഈ വിജ്ഞാനത്തിന്റെ പരൽഭാവം. ആ വിജ്ഞാനം തന്നെ പരൽഭാവത്തെ പ്രാപിച്ചതാണ്. അത് വിജ്ഞാനമായിരിക്കേ തന്നെ അവിദ്യ കൊണ്ട് വാസ്തവത്തിൽ ഇല്ലാത്തതായത് വിജ്ഞാനത്തിൽ നിന്ന് വേറിട്ട് അതിനും നിലനിൽക്കാൻ വയ്യ. അതും വിജ്ഞാനം തന്നെ. അതുകൊണ്ട് വിജ്ഞാനത്തിൽ ഇത് സംഭവിക്കുന്നു. ഏതോ വേണമെങ്കിൽ പറയാം അതിന് അവിദ്യ. അത് സ്വാനുഭവസിദ്ധമായ കാര്യമാണ്. എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്നുള്ളത് സ്വാനുഭവസിദ്ധമായ കാര്യമാണ്. അത് സംഭവിക്കുന്നതുകൊണ്ട് ദോഷമൊന്നുമില്ല. എന്തുകൊണ്ട്? ഇതില്ലാതാകുന്ന ഒരു കാര്യമാണ്. ഇത് പരമാർത്ഥമല്ല. പരമാർത്ഥമല്ലാത്ത ഒരു കാര്യം കൊണ്ട് എന്താ ദോഷം വരും?